ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. നമ്മൾ യൂണിറ്റ് 5 ആണ് നോക്കുന്നത്, ദ മെലഡി ഓഫ് റെയിൻ. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ദ മെലഡി ഓഫ് റെയിൻ. ഇതിൽ നമ്മൾ വേർ ഗോ ദി ബോട്ട്സ് ആണ്. ആദ്യം തന്നെ നമുക്കൊരു പോയിട്രി ആണ് തന്നിരിക്കുന്നത്. നമുക്കത് ആദ്യം ഒന്ന് വായിക്കാം. വേർ ഗോ ദി ബോട്ട്സ്, ബോട്ട്സ് എവിടേക്കാണ് പോകുന്നത് അല്ലേ? നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ഡാർക്ക് ബ്രൗൺ ഈസ് ദ റിവർ, ഗോൾഡൻ ഈസ് ദ സാൻഡ്, ഇറ്റ് ഫ്ലോസ് അലോങ് ഫോർ എവർ വിത്ത് ട്രീസ് ഓൺ എയ്തർ ഹാൻഡ്, green leaves a floating, castles of the foam, boats of mine a boating, where will all come home? On goes the river and out past the mill, away down the valley, away down the hill, away down the river 100 miles or more, other little children shall bring my boats ashore. അപ്പോൾ നമ്മൾ പോയട്രി ജസ്റ്റ് വായിക്കുന്നതേ ഉള്ളൂ. നമ്മളിതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ ആണ് ഈ പോയം. നമുക്കതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദി പോയം. വാട്ട് ആർ ദ തിങ്സ് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ? വെള്ളത്തിൽ എന്തൊക്കെയാണ് ഫ്ലോട്ടായി നിൽക്കുന്നത്? ആൻസർ, ഗ്രീൻ ലീവ്സ് ആൻഡ് കാസ്റ്റൽസ് ഓഫ് ഫോം ആർ സീൻ ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. Boats also float and move forward along with the flowing water. അപ്പോൾ ഗ്രീൻ ലീവ്സ് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ട് നമ്മൾ ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ അതും ഇങ്ങനെ ഫ്ലോട്ടായിട്ട് മൂവ് ചെയ്യും അല്ലേ? വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ ഒഴുകി പോകുന്നു. ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ റിവർ? അപ്പോൾ റിവറിൻ്റെ മൂവ്മെൻറ്റിനെ പോയറ്റ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ആൻസർ, ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ റിവർ ആസ് ഫ്ലോയിങ് സ്മൂത്ത്ലി ആൻഡ് സ്റ്റെഡിലി ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ പോയറ്റ് റിവറിൻ്റെ മൂവ്മെൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യണത് എങ്ങനെയാണ്? വളരെ സ്മൂത്തായിട്ടും സ്റ്റഡി ആയിട്ടും ഒറ്റ ദിശയിലേക്ക് മൂവ് ചെയ്യുന്ന ബോട്ടുകൾ അല്ലേ? പേപ്പർ ബോട്ടിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇറ്റ് മൂവ്സ് ജെന്റ്ലി ഫോർവേഡ് ക്യാരിയിങ് ലീവ്സ്, ഫോം ആൻഡ് ബോട്ട്സ് അലോങ് വിത്ത് ഇറ്റ്. അടുത്ത ചോദ്യം, വിച്ച് ലൈൻ ഇൻ ദ പോയം ഡു യു ലൈക്ക്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻ ഏതാണ് ഈ പോയത്തിൽ? ആൻസർ, അതർ ലിറ്റിൽ ചിൽഡ്രൻ ഷാൾ ബ്രിങ് മൈ ബോട്ട് അഷോർ. ഇതാണ് ഇഷ്ടപ്പെട്ട വരികൾ കേട്ടോ. അപ്പോൾ 1, 2, 3 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുക്കുക. അടുത്തത് നമുക്ക് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻ. തന്നിരിക്കുന്ന വരികൾ വായിച്ചിട്ട് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന വേർഡ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കതൊന്ന് വായിക്കാം. ദ റിവേഴ്സ് ഫ്ലോയിങ് ഡൗൺ ദ ഹിൽ, ഇറ്റ്സ് മൂവിങ് ഫാസ്റ്റ് ആൻഡ് നെവർ സ്റ്റിൽ, ഹിയർ ഹിൽ ആൻഡ് സ്റ്റിൽ ആർ റൈമിങ് വേർഡ്സ്. അവിടെ ഹില്ല് സ്റ്റിൽ എന്ന് പറയുന്നത് റൈമിങ് വേർഡുകളാണ്. പെയർ ദ ഫോളോയിങ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 2 ബോക്സ് തന്നിരിക്കുന്നത് കണ്ടോ? 2 ബോക്സിലും റൈമിംഗ് വേർഡുകൾ തന്നെയാണ് തന്നിരിക്കുന്നത്, റൈമിംഗ് വേർഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ റിവർ, ഈ ആറ് പോലെ റ് പറയണത് ഇവിടെ ആരാണ്? ഫോർ എവർ കണ്ടല്ലോ. അതുപോലെ ഫോം പറഞ്ഞിട്ട് വരുന്നത്, ഫോമിന് പോലെ തന്നെ ഇപ്പുറത്ത് വരുന്നത് ഹോം കണ്ടോ? നമ്മൾ പറയുമ്പോൾ ഒരേപോലെ അവസാനിക്കുന്ന വേർഡ്സ് കേട്ടോ. അടുത്ത സാൻഡ്, ഇൻഡിൽ അവസാനിക്കുന്നത് ഇവിടെ ഹാൻഡ്. അടുത്തത് എ ബോട്ടിങ്, ഇങ്ങിൽ അവസാനിക്കുന്നത് എ ഫ്ലോട്ടിങ്. അടുത്തത് മോർ, ഇറിൽ അവസാനിക്കുന്നത് അഷോർ കണ്ടോ. അതുപോലെ ഇല്ലിൽ അവസാനിക്കുന്നത് ഇവിടെ മില്ല്. അതൊന്ന് എടുത്ത് എഴുതാം നമുക്ക്. ആദ്യത്തെ ഹിൽ മില്ല് അവർ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് റിവർ ഫോർ എവർ, ഫോം ഹോം, സാൻഡ് ഹാൻഡ്, എ ബോട്ടിങ് എ ഫ്ലോട്ടിങ്, മോർ അഷോർ, ഹിൽ മിൽ. റിവർ ഫോർ എവർ, ഫോം ഹോം, സാൻഡ് ഹാൻഡ്, എ ബോട്ടിങ് എ ഫ്ലോട്ടിങ്, മോർ അഷോർ. കണ്ടല്ലോ, റൈമിംഗ് വേർഡുകളാണ്, എഴുതിയെടുത്തുകൊള്ളുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.